സെറ്റ് എക്സാമ്പിൾ 4 ആണ്. എക്സ്പ്രസ് ഫോളോയിങ് സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. എന്താണ് സെറ്റ്? ആ ഫോമിൽ എഴുതേണ്ട ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എഴുതാം 1/2, 2/3, 3/4, 4/5, 5/6, 6/7. അപ്പോൾ ഈ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ആ സെറ്റ് ഒന്നുകൂടെ താഴോട്ട് എഴുതിയെന്നേ ഉള്ളൂ. 1/2, 2/3, 3/4, 4/5, 6/7. അപ്പം look at the relationship with the numerator and denominator. Denominator is always one more than numerator. നമ്മൾ ഈ റിലേഷൻഷിപ്പ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എപ്പോഴും ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് നോക്കി 1/2 എടുത്ത് നോക്കി. ആ സെറ്റിൽ ആദ്യത്തെ എലമെൻ്റാണ് 1/2. അപ്പോൾ ഇതെന്താണ്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1/1 + 1 കണ്ടോ? അങ്ങനെയാണ് ന്യൂമറേറ്റർ വന്നേക്കാൻ. 2/3 എങ്ങനെ എഴുതാൻ പറ്റും? 2/2 + 1. അപ്പം 1 കൂടുതലാണ്. മനസ്സിലായോ? 3/, അതിന് എലമെൻ്റ് എത്ര? 3/4. എങ്ങനെ എഴുതാം? 3/3 + 1. ഓക്കെ, അപ്പം അടുത്തത് 5/6 എങ്ങനെ എഴുതാം? 5/5 + 1 +ആണ്. അടുത്ത എങ്ങനെ എഴുതാം? 6/7 is equal to 6/6 + 1. 6 1 കൂടുമ്പോഴാണല്ലോ 7 വരുന്നത്. അങ്ങനെയാണ് ഇതിലെ സെറ്റിലെ എലമെൻറ്റ്. അപ്പം ഈ പറഞ്ഞേക്കുന്ന നമ്പർ ഇപ്പം ഞാൻ എഴുതിയ 1/2, 1ഉം 2ഉം ഒക്കെ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അവിടെ 0യും വരുന്നില്ല, നെഗറ്റീവ് നമ്പേഴ്സും വരുന്നില്ല. അപ്പം നാച്ചുറൽ നമ്പറിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? n എന്ന് പറഞ്ഞാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പോയാൽ നമ്മൾ ജനറലായിട്ട് എങ്ങനെ പറയും? n is equal to ന്യൂമറേറ്റർ n. അപ്പോൾ നമ്മളിതിനെ ജനറലായിട്ട് എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ നമ്മളെ n ആയിട്ട് പറയാം. നമുക്കിതിന് ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 6/7നെ ഇപ്പോൾ 6/6 + 1 എന്ന് എഴുതിയില്ലേ? നമുക്കതിന് ജനറലായിട്ട് n/n + 1 എന്ന് എഴുതാം. നാച്ചുറൽ നമ്പറാണെന്ന് പറഞ്ഞല്ല, അതുകൊണ്ടാണ് നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻറ്റിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുന്നത്. ഓക്കെ, n + 1. ന്യൂമറേറ്റർ സ്റ്റാർട്ട്സ് അറ്റ് 1 ആൻഡ് ends at 6. അപ്പം നമ്മളെങ്ങനെ എഴുതാം? എന്നിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n എങ്ങനെ എഴുതാൻ പറ്റും? it equal to a എന്ന പേര് കൊടുത്തേക്കുന്നത് a എഴുതണം. a is equal to x such that, x എന്ന് പറയുന്നത് അതിലെ എലമെൻറ്റ്, ആ സെറ്റിലെ എലമെൻറ്റ്. സച്ച് ദാറ്റ്, ആ എക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് സച്ച് ദാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? n നമ്മൾ നാച്ചുറൽ നമ്പർ ടേംസിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ n/n + 1 നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ അതിൻ്റെ കൂടെ 1 കൂട്ടുക. ഇനി n എന്താണ്? n ഈ സ്മോൾ n എന്ന് പറയുന്നത് എന്തിലെ എലമെൻ്റാണ്? ക്യാപിറ്റൽ എന്നിലെ എലമെൻ്റാണ്. ഇൻറ്റിജേഴ്സിലാണെങ്കിൽ വരുമോ? ഇല്ല. ഇൻറ്റിജേഴ്സിലാകുമ്പോൾ 0 നെഗറ്റീവ് നമ്പേഴ്സ് വരും. അപ്പം നമ്മുടെ ഈ പറയുന്നത് അറ്റൻഡ് ചെയ്യില്ല. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നമ്മൾ എല്ലാ നാച്ചുറൽ നമ്പർ ടേംസിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻറ്റിജേഴ്സ് എന്ന് പറയേണ്ട, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ n എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N, അല്ലെങ്കിൽ പിന്നെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് മാത്രം പറയേണ്ടി വരും. അപ്പോൾ n എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N. ഓക്കെ, and ആ n എവിടെ നിന്ന് എവിടം വരെ ഉണ്ടെന്ന് പറയണം? 1 < ≤ 1 ഉൾപ്പെടുന്നുണ്ട്. 1ന് മേളിലോട്ട് 1 < ≤ 6. ഓക്കെ, n 1നും 6നും ഇടയ്ക്കുണ്ട് എന്നാണ് അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. എന്താണ് ആൻസർ? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, പറഞ്ഞുതരാം. എക്സാമ്പിൾ 4 ആണ്. സെറ്റ് എക്സാമ്പിൾ 4. Express the following sets in set builder form: 1/2, 2/3, 3/4, 4/5, 5/6, 6/7. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ആ സെറ്റ് ഒന്നുകൂടെ എഴുതി മനസ്സിലാകാൻ വേണ്ടി. ഇനി 1/2 എന്ന് പറയുന്നത് എന്താണ്? 1/1 + 1. 2/3, 2/2 + 1. 3/4,
3/3 + 1, 5/6, 5/5 + 1, 6/7, 6/6 + 1. ഓക്കെ, അടുത്ത ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? n. നമ്മളിതിനെ കോമൺ ആയിട്ട് എഴുതിയാണ് n/n+1 എന്ന് എഴുതാം. ന്യൂമറേറ്റർ n, ഡിനോമിനേറ്റർ n+1. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ വന്ന് ആ സീക്വൻസ് എങ്ങനെ എഴുതാൻ പറ്റും? n/n+1. ഓക്കെ, ന്യൂമറേറ്റർ സ്റ്റാർട്ട്സ് വിത്ത് 1, ends at 6. ന്യൂമറേറ്റർ എന്തിൽ തുടങ്ങുന്നു? 1-ലും എൻഡ് ചെയ്യുന്നത് 6-ലും. അതിനെയാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തത് 1 ≤ n ≤ 6 എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സെറ്റ് എങ്ങനെ എഴുതാം? set x such that x is equal to n/n+1 where എന്നുള്ളതിനാണ് വേറെന്ന് എഴുതാം, അല്ലെങ്കിൽ കോമ ഇടുക. n element of n എന്ന് പറയുന്നത് സ്മോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ n നാച്ചുറൽ നമ്പർ സെറ്റിലെ എലമെൻ്റ് ആണ്. ആൻഡ് 1 ≤ n ≤ 6. 1 എന്ന് പറയുന്നതിന് 6 എന്ന് പറയുന്ന നമ്പറിനും ഈക്വലുമാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് n എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഒരു കാര്യം ഇടാൻ പറഞ്ഞു, സെറ്റിൻ്റെ സിമ്പിൾ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.